എല്ലാവർക്കും ഒരു പുതുവത്സരം ആശംസിക്കുകയാണ്. സന്തോഷവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ലൊരു വർഷമാകട്ടെ ഇതെന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും. പക്ഷെ അതേസമയം തന്നെ കൃഷ്ണേന്ദു, നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ നമ്മളൊരു വലിയ ദുരന്തത്തെ അതിജീവിക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ ഉള്ളത്. ഓണം ഒരു വലിയ ആഘോഷമായി കൊണ്ടാടാനുള്ള സാഹചര്യം ഒന്നും ഇപ്പോൾ നമുക്കില്ലെങ്കിൽ പോലും ചിങ്ങം എന്നാൽ നമുക്ക് പുതിയ പ്രതീക്ഷകളാണ്, കെട്ടകാലത്തിൽ നിന്നുള്ള അതിജീവനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റക്കെട്ടായി ഈ ദുരിതകാലത്തെയും അതിജീവിക്കാം. വയനാടിന്റെ മക്കളെ ഈ ഘട്ടത്തിൽ നമുക്ക് ചേർത്ത് നിർത്താം. ആ സന്ദേശത്തോടു കൂടിയിട്ടാണ് മോർണിംഗ് വൈബ്സ് ഇന്ന് ആരംഭിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഞാൻ ആര്യാർ ദേവൻ, എന്റെ കൂടെയുള്ളത് കൃഷ്ണേന്ദു നായരാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വാർത്തകളും വിശേഷങ്ങളും ഒപ്പം ഒരുപാട് അതിഥികളുമായിട്ടാണ് മോർണിംഗ് വൈബ്സ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്, അല്ലേ? അതെ, ഇന്ന് അതായത് ഇന്നലെ തെന്നലുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് പറയാം, അതായത് കാരണം ഇന്ന് ഏതൊക്കെ അതിഥികളാണ് നമുക്കൊപ്പം എത്താൻ പോകുന്നത് എന്നുള്ള ആ ഒരു സർപ്രൈസ് അങ്ങ് പ്രേക്ഷകർക്ക് മുമ്പിൽ നിന്ന് പൊട്ടിക്കാന്ന് തോന്നുന്നു. ഇന്നലെ തന്നെ ആ സർപ്രൈസിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് വന്നു കഴിഞ്ഞു. ഇന്നാണ് അടുത്ത സർപ്രൈസ്. ഇന്ന് നമ്മളോടൊപ്പം ആദ്യം തെന്നലുണ്ട്, ബാലതാരം തെന്നലുണ്ട്. ഒപ്പം അടുത്തത് നമ്മുടെ കൂടെ ശ്രീവേദുമുണ്ട്. ശ്രീപദാണ് നമുക്കൊപ്പം ചേരുന്നത്. അതെ, എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം ദേശീയ അവാർഡും സംസ്ഥാന അവാർഡ് പ്രഖ്യാപനവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ മിന്നിത്തിളങ്ങിയ താരകങ്ങളാണ് ഇന്ന് മോർണിംഗ് വൈബ്സിൽ നമുക്കൊപ്പം അതിഥികളായി ചേരുന്നത്. അപ്പോൾ തെന്നൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ തെന്നൽ ചേരുന്നുണ്ട്. ഒപ്പം ദേശീയ അവാർഡ്, മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ് സ്വന്തമാക്കിയിട്ടുള്ള ശ്രീപദ് നമുക്കൊപ്പം അതിഥിയായി ചേരും. അതിനൊപ്പം മലയാളത്തിൽ നിന്നുള്ള മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ അവാർഡ് ലഭിച്ച സൗദി വെള്ളക്കയുടെ സംവിധായകൻ തരുൺ മൂർത്തി ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നുണ്ട്. ഒപ്പം നമുക്ക് എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട അമൽ ഡേവിസ് എന്ന് നമ്മൾ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന സംഗീത് നമുക്കൊപ്പം ഇന്ന് ചേരുന്നുണ്ട്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പക്ഷേ സംഗീതിന് കിട്ടിയിട്ടുള്ളത് എഡിറ്റിംഗിനായിരുന്നു. അത് എല്ലാ മലയാളി മലയാളികൾക്ക് കൂടുതലും സംഗീതിനെ അറിയാം. ഒരു എഡിറ്റർ സംഗീത് എന്നുള്ളത് നമുക്ക് ഇന്നലെ അവാർഡ് പ്രഖ്യാപനം വന്നപ്പോഴാണ് പലർക്കും മനസ്സിലായത്. എന്തായാലും അപ്പോൾ അമൽ ഡേവിസും ഒക്കെ നമുക്കൊപ്പം ഇന്ന് അതിഥികളായി ചേരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതിഥികളിലേക്ക് തന്നെ പോകാമെന്ന് തോന്നുന്നു, അല്ലെ? വാർത്തകളിലേക്കും മറ്റു വിശേഷങ്ങളിലേക്കും എത്തുന്നതിന് മുമ്പ് ആദ്യം നമുക്കൊപ്പം ചേരുന്നത് നമ്മുടെ കുട്ടിത്തെന്നലാണ്. കുട്ടിത്തെന്നൽ എന്ന് പറഞ്ഞാലേ തെന്നലിനെ എല്ലാവർക്കും പെട്ടെന്ന് അറിയുകയുള്ളൂ. കാരണം അറിയാം, ഒരു സോഷ്യൽ മീഡിയ താരമായിട്ട് വളർന്നു വന്ന് ഇപ്പോൾ സിനിമയിലൊക്കെ എത്തി, ഇപ്പോൾ അവാർഡ് വരെ, വലിയ സ്റ്റേറ്റ് അവാർഡ് വരെ കരസ്ഥമാക്കിയിട്ട് ഇരിക്കുന്ന ആളാണ് ഈ കൊച്ചുമിടി. ഗുഡ് മോർണിംഗ് തെന്നൽ. ഗുഡ് മോർണിംഗ്. എന്തുണ്ട്, അവാർഡൊക്കെ കിട്ടിയിട്ട് വലിയ സന്തോഷത്തിലായിരിക്കുമല്ലോ? വളരെ സന്തോഷമാണ്, എക്സൈറ്റഡ് ആയിരിക്കായിരുന്നു. ആഹാ, ഇന്നലെ അവാർഡ് പ്രഖ്യാപിച്ചപ്പോ എവിടെയായിരുന്നു തന്നെ? സ്കൂളിൽ പോയിരുന്നോ അതോ വീട്ടിലുണ്ടായിരുന്നോ? സ്കൂളിലായിരുന്നു, സ്പോർട്സ് ഡേ ആയിരുന്നു. എങ്ങനെയാണ് അറിഞ്ഞത് തന്നെ? ആദ്യം എങ്ങനെയാണ് അറിഞ്ഞത്? അവാർഡിന്റെ വിശേഷമൊക്കെ എങ്ങനെയാണ് ആദ്യം അറിഞ്ഞത്? മിസ് വിളിച്ചുകൊണ്ടുപോയി അസംബ്ലിയിലോട്ട്. അപ്പൊ പറഞ്ഞു വി ഹാവ് എ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞ് ന്യൂസ് ഒക്കെ കാണിച്ചു. അപ്പൊ ഞാൻ സർപ്രൈസ്ഡ് ആയിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, അല്ലേ? ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറയുന്നു? ഫ്രണ്ട്സ് ഒക്കെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. അപ്പൊ തെന്നലിന് അറിയുന്നുണ്ടായിരുന്നില്ലേ ഇന്ന് അവാർഡ് കിട്ടാൻ ഒരു ചാൻസ് ഉണ്ട്? അങ്ങനെ ഒരു എക്സ്പെക്ടേഷനും ഉണ്ടായിരുന്നില്ല, അല്ലേ? ഇല്ല. അപ്പം ഇതിപ്പം മിസ് വിളിച്ച് ഒരു അസംബ്ലിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു, അല്ലേ? അപ്പൊ എല്ലാവരും മുമ്പിൽ വെച്ചിട്ടാണോ ഇത് അനൗൺസ് ചെയ്തത്? അതെ. ശരിക്കും സന്തോഷമായി കാണും, അല്ലേ തെന്നൽ? ആദ്യം ആരോടാണ് ഇത് ഷെയർ ചെയ്യാൻ തോന്നിയത്? ഈ ഒരു വിവരം ആരോടാണ് ആദ്യം പറയണമെന്ന് തെന്നലിന് തോന്നിയത്? ആദ്യം എന്റെ പാരന്റ്സിനെ അറിഞ്ഞെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും അറിയിക്കണം ഞാൻ വിചാരിച്ചു. എന്നിട്ട് സ്കൂളില് പാർട്ടിയൊക്കെ നടത്തിയോ? സമയാവുന്നേ ഉള്ളൂ, അല്ലേ? അത് വേറെ ഒരു ദിവസം എല്ലാരും ഫ്രീ ആവുമ്പോ വെറുതെ കുഞ്ഞു പ്രോഗ്രാംസ് ഒക്കെ വെക്കാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓഹോ, അത് ശരി. അപ്പം നമ്മുടെ സിനിമയിലെ ഡയറക്ടറും ബാക്കി ക്രൂ മെമ്പേഴ്സും ഒക്കെ വിളിച്ചിരുന്നോ തെന്നലിനെ? കൊറേ പേര് വിളിച്ചായിരുന്നു. മഞ്ജു വാര്യറും മധു വാര്യർ അവരൊക്കെ മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു. ആരെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വിഷ് ചെയ്തിട്ടുണ്ടോ? അതായത് നമ്മളോട് ഷെയർ ചെയ്യാൻ പാകത്തിന് ആരെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വിഷ് ചെയ്തായിട്ടുണ്ടോ തെന്നൽ? സ്പെഷ്യൽ ആയിട്ട് വിഷ് ചെയ്തിനോന്ന് ചോദിച്ചാല് അതായത് ഒരു സ്പെഷ്യൽ ആണ്, അല്ലെ? എന്നാലും ഒരു മെസ്സേജ് വരുമ്പോ ഒരു ഇപ്പൊ മഞ്ജു വാര്യർ എന്നൊക്കെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഉള്ള ആരെങ്കിലും ഉണ്ടോ തെന്നലിന്? അത് ഇവരൊക്കെ വിഷ് ചെയ്യുമ്പോ, പിന്നെ മഞ്ജു ആന്റിയും മധു അങ്കിൾ അവരൊക്കെ വിഷ് ചെയ്യുമ്പോ എനിക്കൊരു സന്തോഷമുണ്ട്.
അപ്പം ശേഷം മൈക്കിൾ ഫാത്തിമ എന്നുള്ളൊരു സിനിമയിലെ നായിക കഥാപാത്രത്തിന്റെ ബാലതാരത്തെ അവതരിപ്പിച്ചതിനാണ് തെന്നലിന് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പം ഈ ക്യാരക്ടർ ചെയ്യുന്നത് ഭയങ്കര ടഫായിരുന്നില്ലേ? ഞങ്ങളൊക്കെ സിനിമ കണ്ടിരുന്നു. അതിലൊരു മലപ്പുറം സ്ലാങ് ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഒരുപാട് ഡയലോഗ് പറയേണ്ട ഒരു സിനിമ കൂടിയായിരുന്നു. ഞാൻ കണ്ണൂരായിക്കൊണ്ട് ഇത്തിരി പാടായിരുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഈസിയായി. ആണോ? അപ്പൊ ആരാ ഇതൊക്കെ പഠിപ്പിച്ചത്? ഈ ഒരു ഗ്രൂമിംഗ് സെഷൻ എങ്ങനെയായിരുന്നു തെന്നൽ? അതായത് പാരന്റ്സ് ആണോ അതോ എങ്ങനെയാണ്? ആരൊക്കെ ഹെൽപ്പ് ചെയ്തു തെന്നലിന് ഈ ഒരു ക്യാരക്ടറിലേക്ക് വരാനായിട്ട്? എന്റെ ഡയറക്ടറും മനു അങ്കിള് ഡയറക്ടറും പിന്നെ എന്റെ പാരന്റ്സും അവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു. അവിടുത്തെ ക്രൂ കുറച്ചുപേരൊക്കെ ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പൊ ഇതിൽ ഈ കമന്ററി ഒക്കെ പറയുന്നുണ്ടല്ലോ, അപ്പം അതൊക്കെ എങ്ങനെ പഠിച്ചെടുത്തു? ഇത്ര സ്പീഡിൽ സംസാരിക്കുന്ന ഒരാളാണോ ശരിക്കും തന്നെ? ഞാനൊരു ചാറ്റർ ബോക്സ് ആണല്ലേ? നമ്മളോട് സംസാരം കുറച്ച് കുറവാണ്. അതെ അതെ, നമ്മളോട് സംസാരിക്കുമ്പോ എല്ലാവരും ഉത്തരം പറഞ്ഞു നിർത്തുക. അതെന്താ? അത് കുറച്ചും കൂടെ ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചോ? ഈ ചെലമ്പച്ചി തന്നെയാണോ? വേറൊരു പേര് സിനിമയിലെ പോലെ തന്നെ തെന്നലിനും ഉണ്ടോ ശരിക്കും റിയൽ ലൈഫില്? ശരിക്കും വെച്ചാല് എന്നെ വേറെ കൊറേ വിളിക്കും. എന്റെ ക്ലാസ്സിൽ എല്ലാരും ഈ സിനിമ കണ്ടിട്ട് പറയും, ഇനി മുതൽ ഞാൻ നിന്നെ ചെലമ്പച്ചിന്ന് വിളിക്കാന്ന്. ആണോ? അത് ഇഷ്ടമാണോ? എനിക്ക് ഒരു അപ്രിസിയേഷൻ കൂടിയാണ് ചെറിയൊരു പ്രായത്തില് അങ്ങനെ ഒരു അപ്രിസിയേഷൻ പറയുമ്പോൾ. ശരിയാണ്. എന്തായാലും ആ ക്യാരക്ടർ അതിമനോഹരമായി ചെയ്തതുകൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു അംഗീകാരം തേടിയെത്തിയത്. സ്റ്റേറ്റ് കിട്ടിയിട്ടിരിക്കുകയാണല്ലോ. അപ്പം ശരിക്കുള്ള ആ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്ന് തോന്നി, മീൻസ് മിസ് വന്ന് പറഞ്ഞല്ലോ, ആ ഒരു മൊമെന്റിലെ ഒരു ഫീലിംഗ് എന്തായിരുന്നു തെന്നൽ? ഞാൻ സ്പീച്ച്ലെസ് ആയിരുന്നു. ഞാൻ തുള്ളി കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത്ര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ വിചാരിച്ചില്ല. ഐ വാസ് നോട്ട് എക്സ്പെക്ടിങ് ഇറ്റ്. ശരി, അപ്പൊ കുട്ടി തെന്നലാണ് നമുക്കിപ്പം വിശേഷങ്ങളുമായിട്ടുള്ളത്. അപ്പോൾ തെന്നലിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വാർത്തകളിലും വിശേഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇന്നത്തെ നമ്മുടെ മോർണിംഗ് വൈബ്സിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്കൊപ്പം ചേരുന്ന അതിഥികൾ തന്നെയാണ്. 4 അതിഥികളാണ് ഇന്ന് രാവിലെ മോർണിംഗ് വൈബ്സിൽ നമുക്കൊപ്പം ചേരുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ അവാർഡ് ലഭിച്ച, അതായത് മികച്ച ചിത്രമായി മലയാളത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത സൗദി വെള്ളക്കയുടെ സംവിധായകൻ തരുൺ മൂർത്തി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കുട്ടിത്തന്നൽ നമുക്കൊപ്പം ഓൾറെഡി ചേർന്ന് കഴിഞ്ഞു. തെന്നലിനൊപ്പം നമുക്ക് ശ്രീപദ് കൂടി ചേരുന്നുണ്ട്. ശ്രീപദ് മാളികപ്പുറം എന്ന് പറയുന്ന വളരെ വലിയ ഹിറ്റ് ചിത്രമായിരുന്നു. പ്രേക്ഷകർ അത്രത്തോളം ഏറ്റെടുത്ത ചിത്രം. അതിന് ഒരു ദേശീയ അവാർഡ് അംഗീകാരം കൂടി ലഭിച്ചിരിക്കുകയാണ്. പ്രത്യേകതകൾ കൂടിയുണ്ട്. ശ്രീപദ് കൈന്നിട്ട എക്സ്പ്രഷൻസ് ഒക്കെയാണ്, അതായത് ആരും ട്രെയിൻ ചെയ്യാതെ കൈന്നിട്ട എക്സ്പ്രഷൻസ് ഒക്കെ ശ്രീപദ് ഇതില് ഉപയോഗിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് കേൾക്കുന്നു. നമുക്ക് ശ്രീപദിനോട് അംഗീകാരം കൂടിയാണ്. തന്നെ ചോദിക്കാം. ശ്രീപദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീപദ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ് മോർണിംഗ് ശ്രീപദ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എങ്ങനെയുണ്ട്? ദേശീയ അവാർഡൊക്കെ കിട്ടിയിട്ടിരിക്കുകയാണ്. അതാ ചില്ലറ സംഭവമല്ല. എങ്ങനെയുണ്ട് ശ്രീപദ്? വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഈ അവാർഡ് കിട്ടുന്നത്. ഇതെപ്പോഴാണ് ശ്രീപദ് അറിഞ്ഞത്? സ്കൂളിലായിരുന്നോ? തെന്നൽ പറഞ്ഞു തെന്നൽ സ്കൂളിലായിരുന്നു ഇത് അറിഞ്ഞ സമയത്തുനിന്ന്. ഇല്ല, ഞാൻ വീട്ടിൽ നിന്നായിരുന്നു അറിഞ്ഞത്. ഞാൻ സ്കൂളിൽ പോയില്ലായിരുന്നു. എനിക്ക് ചെറിയൊരു തൊണ്ടയ്ക്കൊരു കുഴപ്പമായിട്ട് ഞാൻ പോയില്ലായിരുന്നു. പ്രതീക്ഷിച്ചിരുന്നു ശ്രീപദ് എന്തെങ്കിലും രീതിയിലൊരു പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മള് വെറുതെ ഇരുന്ന് TV കാണുമ്പോ അമ്മയുടെ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു അമ്മാവൻ വിളിച്ചു പറഞ്ഞതാ. ആണല്ലേ? പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ പെട്ടെന്ന് ടിവിയിലെ ന്യൂസില് ശ്രീപദിന്റെ ഫോട്ടോ ഒക്കെ വരുന്നു, നാഷണൽ അവാർഡ് കിട്ടി എന്നുള്ള അനൗൺസ്മെന്റ് ഒക്കെ വരുന്നു. എന്ത് തോന്നി അത് കണ്ടപ്പം? നമ്മള് എല്ലാവരും കൂടെ ഒന്ന് തുള്ളിച്ചാടുമായിരുന്നു. അറിയാത്ത ആ ഒരു നിമിഷത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. വീട്ടിൽ ആരൊക്കെയാണുള്ളത് ശ്രീപദ്? വീട്ടില് അമ്മ, അച്ഛൻ, അനിയത്തി, അച്ഛൻ, അച്ചാച്ചൻ, അമ്മമ്മ, ഞാൻ. അപ്പം കുടുംബസമേതമാണ് എല്ലാരും കൂടി ഇരിക്കുമ്പോഴാണ് അറിഞ്ഞത് അല്ലേ? അല്ല, നമ്മള് 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചോ അറിഞ്ഞിട്ട്? സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചിരുന്നോ? ഫ്രണ്ട്സും ഒക്കെ വിളിച്ചോ? സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പാള് വിളിച്ചിരുന്നു. ഫ്രണ്ട്സ് പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് അവര് കുറെ പേരെന്നെ വിളിച്ചായിരുന്നു. ടീച്ചേഴ്സും കുറെ പേര് വിളിച്ചു.
ഓ അത് ശരി. അപ്പൊ ഇവിടെ കൃഷ്ണേന്ദു നേരത്തെ പറയായിരുന്നു ശ്രീപദ് കയ്യിൽ നിന്നിട്ട് കുറച്ച് എക്സ്പ്രഷൻസിന്റെ ഒക്കെ കഥ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ശ്രീപദ്? അതെങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ആ ഒരു ടൈമില് നമ്മൾ ശരിക്കും അത് ചെയ്യുന്നതാണെങ്കിൽ എന്ത് ചെയ്യൂ അത് നമ്മൾ പറഞ്ഞു കൊടുക്കൂലേ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയതാ. അത് എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ. അക്സെപ്റ്റ് ചെയ്തു, പിന്നെ ചെയ്തു. നമ്മൾ ആ സിനിമ കണ്ടപ്പോൾ നമുക്കും അത് ഫീൽ ചെയ്തു. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, ഒരു അഭിനയമായിരുന്നു. അതായത് ഒരു സിറ്റുവേഷനോട് എങ്ങനെ നാച്ചുറൽ ആയിട്ട് ബിഹേവ് ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു ശ്രീപദ് അത് ചെയ്തത്. ഈ സിനിമ ഓൾറെഡി ഭയങ്കര ഹിറ്റായിരുന്നല്ലോ ശ്രീപദ്. അപ്പൊ തൊട്ട് ഒരുപാട് ആളുകളും ആരാധകരും ഒക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുകയും വന്ന് കാണുമ്പോൾ വിശേഷങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? മാത്രമല്ല ശ്രീപദ് വ്രതം എടുത്തിട്ടാണ് ഈ ഒരു മൂവി ചെയ്തിരിക്കുന്നത് അല്ലേ ശ്രീപദ്? അതെ, പക്ഷെ ഫുൾ എടുത്തിട്ടില്ല, കുറച്ച് നാള്. അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ശ്രീപദ്? ഷൂട്ട് ഒരു 50 ദിവസത്തിനടുത്ത് വ്രതം എടുത്തിട്ടുണ്ടോ? 50 ദിവസം ഒരു കുട്ടി വ്രതം എടുത്തിട്ടാണ് ഈ ഒരു മൂവി ചെയ്തിരിക്കുന്നത്. അതാണ്, അതും ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. നമ്മൾ പറയില്ലേ. ബാക്കി എന്തൊക്കെ പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു ശ്രീപദ്? ബാക്കി എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് ആ ടൈമിൽ എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വന്നില്ല. എല്ലാം എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അഭിലാഷ് ഏട്ടൻ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അതെന്റെ 3ാമത്തെ സിനിമയാണ്. എനിക്ക് അധികം അതുമായിട്ട് വലിയ എക്സ്പീരിയൻസ് ഇല്ല. അതെ അതെ ശ്രീപദ്, നമുക്ക് ഒപ്പം തെന്നലുണ്ട്. തെന്നൽ ഈ വിശേഷങ്ങളൊക്കെ കേട്ട് ഇരിക്കുകയാണ്. തെന്നല് നമ്മുടെ ശേഷം മൈക്കിൾ ഫാത്തിമ, കല്യാണി പ്രിയദർശനായിരുന്നു അതില് മെയിൻ ക്യാരക്ടറായിട്ട് എത്തിയത്. അതിന്റെ ബാല്യകാലമാണ്, ആ കഥാപാത്രത്തിന്റെ ബാല്യകാലമാണ് തെന്നൽ അവതരിപ്പിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു തെന്നൽ? ആ ഒരു സെറ്റിലെ ഒരു അറ്റ്മോസ്ഫിയറും കല്യാണി പ്രിയദർശനൊക്കെ ഒപ്പമുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ? നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കല്യാണി ചേച്ചിയോട് കുറച്ച് കളിക്കൊക്കെ ചെയ്തായിരുന്നു. എല്ലാരും ഫ്രണ്ട്ലി ആയിരുന്നു. ഡയറക്ടറൊക്കെ എന്ത് ചെയ്യണം, എവിടെ നിൽക്കണം ഒക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു എല്ലാം മനസ്സിലാക്കി. ഈ ഡയലോഗ് ഒക്കെ പഠിച്ചെടുക്കാൻ എത്ര സമയം എടുത്തു? ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണമായിരുന്നല്ലോ. എത്ര ടേക്ക് ഒക്കെ പോയി ഓരോ സീനും? ടേക്ക് ചിലപ്പോ ഒരു 3-4 അത്രയൊക്കെ ഉള്ളല്ലേ? 3-4 കുഴപ്പമില്ലാത്ത ടേക്കാണ്. അതെ അതെ. എത്ര സമയം എടുത്തു ഈ ഡയലോഗുകളെല്ലാം കാണാതെ പഠിച്ചെടുക്കാൻ? കാണാതെ പഠിച്ചെടുക്കാൻ മേ ബി 10 minutes. ഇത്ര എടുത്തുള്ളൂ? അപ്പൊ ഭയങ്കര ബ്രില്യൻ സ്റ്റുഡന്റ് കൂടി ആയിരിക്കുമല്ലോ. അപ്പൊ ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് ആണോ? എല്ലാത്തിലും ഫുൾ കിട്ടും. ഓ മിടുക്കിയാണ്. അപ്പൊ മിടുക്കിയാണ്. ശ്രീപദിന്റെ ആദ്യത്തെ സിനിമ എക്സ്പീരിയൻസ് ആയിരുന്നോ നമ്മുടെ മാളികപ്പുറം? തീരെയല്ല. ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് അവിടെ കുറെ കുട്ടികളുണ്ടായിരുന്നു. എന്റെ ഫസ്റ്റ് സിനിമ താത്ത വളയുടെ അതില് ഫുള്ള് കുട്ടികളായിരുന്നു. ഓ, അംഗനവാടി പോലെയായിരുന്നു ടോട്ടലി. ശ്രീപദ്, അതുപോലെ ഉണ്ണി മുകുന്ദൻ, അങ്ങനെ ഒരു ക്രൂ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഇപ്പൊ നമ്മുടെ തെന്നല് കല്യാണി പ്രിയദർശന്റെ വിശേഷം പറഞ്ഞതുപോലെ ശ്രീപദിന് ആ ക്രൂ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ക്രൂ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് ഉണ്ണിച്ചേട്ടന്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു മുള്ളു തറക്കാൻ പോലും സമ്മതിക്കില്ല. വളരെ കെയറിങ് ആണ്, സപ്പോർട്ടിങ് ആണ്. ടോട്ടലി എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഉണ്ണിച്ചേട്ടനാണല്ലോ എപ്പോഴും കൂടി ഉണ്ടാവുക, നമ്മളുടെ ഓരോ ഷോട്ടിലും കൂടി ഉണ്ടാവുക. അപ്പൊ വിളിച്ചിരുന്നോ? അവാർഡ് കിട്ടിയ വിശേഷം അറിഞ്ഞിട്ട് വിളിച്ചിരുന്നോ? സംസാരിച്ചോ? ആദ്യം 2 പ്രാവശ്യം വിളിച്ചു, പക്ഷെ എടുക്കാൻ പറ്റിയില്ലായിരുന്നു, വേറെ കോളിലായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് വിളിച്ചു. ശരി, എന്തു പറയുന്നു? എന്നെ വിളിച്ചിട്ട് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു. ഇനിയും ഉയർച്ചകളിലേക്ക് എത്തണം എന്ന് പറഞ്ഞു. അപ്പോ മൊത്തത്തിൽ ആ ക്രൂവിന് ഭയങ്കര സന്തോഷമായിരുന്നിരിക്കും അല്ലേ? ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു വിജയം കൂടി ആയതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നിരിക്കും അല്ലേ ശ്രീപദ്? അതെ അതെ അതെ. ശ്രീപദിനെ പോലെ തന്നെ ഫാൻ ബേസ് അത്രത്തോളം ഉള്ള ഒരാളാണ് നമ്മുടെ മാളികപ്പുറമായി എത്തിയ ദേവനന്ദ. ദേവനന്ദ വിളിച്ചിരുന്നോ? ദേവനന്ദ അവള് വിളിച്ചിരുന്നു ഇന്നലെ, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ ഫുള്ള് കോൾ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇന്ന് എന്തായാലും ഞാൻ അവളെ കാണാൻ പോവുക. ഓ അത് ശരി. അപ്പൊ നിങ്ങള് റിയൽ ലൈഫിലും സിനിമയിലെ പോലെ തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? അതെ അതെ അതെ. നമ്മൾ അതിലൂടെ ആ ഒരു ഷൂട്ടിലൂടെയാണ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഗെയിം പഠിച്ചത്. അപ്പൊ എനിക്കറിയായിരുന്നു, ഞാൻ ജസ്റ്റ് അവൾക്കും പറഞ്ഞു കൊടുത്തു. പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോ വാടാ വാടാ വാടാ
അത് ശരി. അപ്പൊ ഫുൾ ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു ശ്രീപദിന് എന്തായാലും സെറ്റില്. തീർച്ചയായും കുട്ടികളുള്ള ഒരു സെറ്റ് അല്ലെങ്കിൽ കുട്ടികളുള്ള ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും ഫണ്ണ് കാണും, കുറച്ച് പ്രഷറും കുറവായിരിക്കും എന്ന് തന്നെ പറയാം. ഇപ്പം ശ്രീപദ് പറഞ്ഞ പോലെ ഉണ്ണിമുകുന്ദൻ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, അതുപോലെ കല്യാണി പ്രിയദർശന്റെ ഫൺ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്യുമ്പോൾ കുട്ടികൾ എന്ന നിലയിൽ കുട്ടികൾക്ക്, അതായത് വളർന്നു വരുന്ന തലമുറയ്ക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് അത് ഭയങ്കര പ്രശംസനീയമാണ് ശരിക്കും. അതെ, തീർച്ചയായും. അപ്പോൾ നമ്മൾ ഈ തെന്നലിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ തെന്നൽ അഭിലാഷ് എന്ന് പറഞ്ഞാൽ അറിയുന്നതിലും കൂടുതൽ മലയാളികൾ അറിയുന്നത് കുട്ടി തെന്നൽ എന്ന് പറഞ്ഞാലാണ്. കാരണം അത്രത്തോളം റീൽസിൽ കൂടിയും വീഡിയോസിൽ കൂടിയും ഒക്കെയാണ് മലയാളികളുടെ മനസ്സിലേക്ക് എത്തിയത്. ശ്രീപദ്, നമ്മുടെ ശ്രീപദും ടിക്ടോക്കിൽ കൂടിയാണ് മലയാളിക്ക് കൂടുതൽ അറിവാവുന്നത്. അപ്പൊ തെന്നല് ഈ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയത് എത്രാമത്തെ വയസ്സ് തൊട്ടാണ്? 3.5 വയസ്സ് തൊട്ട് ആരംഭിച്ചു അല്ലേ? എങ്ങനെ ഡാൻസ് റീൽസ് ഒക്കെ ആയിരുന്നോ ആദ്യം ചെയ്തു തുടങ്ങിയത്? ആദ്യം അതെ, ഞാൻ ഒരു പാട്ടുണ്ടായിരുന്നു ബെങ്കി ബെങ്കി പൂമ്പും. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ പാടി നടന്നപ്പോ എന്റെ അമ്മ വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് വീഡിയോ എടുത്തപ്പോ അത് വൈറല് പോയി. അങ്ങനെ വീഡിയോസ് ഉണ്ടാക്കി തുടങ്ങി. ഏറ്റവും സപ്പോർട്ട് തരുന്നത് അമ്മയാണോ? പാരന്റ്സും ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും സപ്പോർട്ടീവ് ആണ്. അപ്പൊ അവിടെ നിന്നാണ് ഈ റീൽസ് കണ്ടിട്ടാണ് തെന്നലിനെ സിനിമകളിലേക്ക് വിളിക്കാൻ തുടങ്ങിയത് അല്ലേ? അതെ. ആദ്യത്തെ സിനിമ ഏതായിരുന്നു തെന്നലിന്റെ? ആദ്യത്തെ സിനിമ ഫോറൻസിക് ആയിരുന്നു. ഫോറൻസിക് ആയിരുന്നു. അതിനു മുമ്പ് ഈ പരസ്യ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലേ തെന്നല്? ഇപ്പൊ ആകെ എത്ര സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു? ഇപ്പോ 9 സിനിമ. ഇപ്പൊ 2 പുതിയ സിനിമ വന്നിട്ടുണ്ട്, ഒന്ന് തമിഴ് ഒന്ന് മലയാളവും. അത് ഇനി നെക്സ്റ്റ് മന്ത് തുടങ്ങും. പേരും ഇതൊന്നും പറഞ്ഞില്ല. പുതിയ സിനിമയൊക്കെ പ്ലാനിലാണല്ലേ? അപ്പൊ തമിഴ് എങ്ങനെയാണ്, ബുദ്ധിമുട്ടായിരിക്കില്ലേ? അപ്പൊ അത് ചലഞ്ചിങ് അല്ലേ? തമിഴ് ഓൾറെഡി ഞാൻ 2 തമിഴ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും ഇരിക്കുകയാണ്. അത് പിന്നെ എടുത്ത് നമ്മൾ ഇടയ്ക്ക് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി മനസ്സിലായി. സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്, അതോടൊപ്പം 9 സിനിമകൾ കഴിഞ്ഞു, പിന്നെ ക്ലാസ്സിൽ ഫസ്റ്റ് ആണെന്നുള്ള കാര്യം എല്ലാത്തിനും ഫുൾ മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ എന്നാണ് പറയാറ്. ശ്രീപദിന്റെ ഒരു സിനിമയിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? ടിക്ടോക്ക് തന്നെയാണ്. ഞാൻ എനിക്ക് തോന്നുന്നു 4 വയസ്സിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ചെയ്ത് ആദ്യം ഡാൻസ് ആയിരുന്നു, പിന്നെ മറ്റുള്ളവരുടെ ഡയലോഗ് വെച്ചിട്ട് ഞാൻ ചെയ്യുമായിരുന്നു, പിന്നെ സ്വന്തം ഡയലോഗിൽ തന്നെ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കണോ, നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊതിപ്പിച്ചു. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞ് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ആൽബം ചെയ്തു. ബ്ലൂടൂത്ത് എന്നാണ് അതിന്റെ പേര്. അതിനുശേഷം ആഡ് ചെയ്തു, അങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്തു, ഡോക്യുമെന്ററീസ് ചെയ്തു, അങ്ങനെ സിനിമയിലോട്ട് വന്നു. അപ്പോ ഈ ഓഡീഷൻസ് വഴിയാണോ ശ്രീപദ് സിനിമയിലേക്ക് വന്നത്? അതെ അതെ അതെ. ആദ്യത്തെ 3 സിനിമ അങ്ങനെയായിരുന്നു വന്നത്. ആദ്യത്തെ 3 സിനിമ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ താത്തവളയുടെ ഓഡീഷൻ ആയിരുന്നു. 3 ദിവസം 4 ദിവസം ഉള്ള ഒരു ഓഡീഷൻ ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ കുമാരി എന്ന് പറഞ്ഞ സിനിമ ഓഡീഷൻ ആയിരുന്നു. പിന്നെ മൂന്നാമത്തെ മാളികപ്പുറം, അത് ഓഡീഷനിലൂടെയാണല്ലേ വന്നത്. ഈ ആണ്, എന്നാലും ഒരു ഓഡീഷൻ വേണമെന്ന് പറഞ്ഞിട്ട് വെച്ചത്. അതുപോലെ അറിയാൻ ആകാംക്ഷയുള്ള ഒരു കാര്യമാണ്, ഇപ്പം ശ്രീപദായാലും തെന്നലായാലും നിങ്ങൾ ഈ കഥ കേട്ടിരുന്നോ? അത് കേട്ടിട്ട് ചിലർക്ക് അങ്ങനെ ഒരു ക്യാരക്ടറിനോട് ഇഷ്ടം തോന്നി ചെയ്യുന്ന, അപ്പൊ അങ്ങനെയാണോ? നിങ്ങൾ കഥ കേട്ടിരുന്നോ? അതോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു ഇനിഷ്യൽ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എങ്ങനെയാണ് ഫീൽ ചെയ്ത് എനിക്ക് ഈ സിനിമ ചെയ്യാം എന്നുള്ളൊരു താല്പര്യം, അല്ലെങ്കിൽ എന്നുള്ളൊരു എന്താണ് എനിക്കിത് ചെയ്യണമെന്ന് തോന്നിയത് എങ്ങനെയാണ്? കഥ കേട്ടിരുന്നോ അതോ അല്ലാതെ ഒരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്തായിരുന്നോ തെന്നല്? ഞാൻ കഥ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു കൊറേ ഡയലോഗ്സ് ഉണ്ടോ, കുഴപ്പമില്ല. അപ്പൊ പിന്നെ കല്യാണി ചേച്ചി ഉണ്ട്, എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു, എനിക്ക് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്. തെന്നൽ ഇതുവരെ ചെയ്തതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്ത കഥാപാത്രം ഏതാ? എല്ലാം ഇഷ്ടപ്പെട്ട് തന്നെ ആയിരിക്കും ചെയ്തത്, എന്നാലും ഏറ്റവും ഫേവറേറ്റ് എന്ന് തോന്നുന്നേ? ഫേവറേറ്റ് എന്ന് തോന്നുന്നത് ഏതാ പറയാ, അത് എനിക്ക് എല്ലാത്തിനും ക്യാരക്ടറും ഇഷ്ടമാണ്. ശേഷം മൈക്കിൾ ഫാത്തിമയിലും എനിക്ക് ഇഷ്ട ക്യാരക്ടർ. അതെ, എനിക്ക് തോന്നുന്നു തെന്നലിന്റെ റിയൽ ലൈഫ് ക്യാരക്ടറുമായിട്ട് ഒരുപാട് സാമ്യമുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ്. ഇപ്പൊ തെന്നൽ സംസാരിക്കുമ്പോഴും എനിക്ക് ആ സിനിമയിലെ ഡയലോഗ് തന്നെയാണ് ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീപദ്, ഈ
ഓഡീഷനൊക്കെ പോകുമ്പോഴേ ആദ്യത്തെ ഓഡീഷനിൽ ആദ്യമായിട്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞ ആ ഒരു സീൻ ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞത് ഉണ്ട്. ഒരു ചെറിയൊരു ഫൈറ്റ് ആയിരുന്നു. ഫൈറ്റ് സീൻ ആയിരുന്നു ആദ്യം ചെയ്ത് കാണിക്കാൻ പറഞ്ഞത്. അതെങ്ങനെ ഉണ്ടായിരുന്നു? ഓഡിഷനിൽ പറഞ്ഞത് കുറച്ച് ഡയലോഗ്സ് ഒക്കെ വെറുതെ ഡയലോഗ്സ് അല്ല, കുറച്ച് ഇൻട്രൊഡക്ഷൻ, പിന്നെ കുറച്ച് സ്പീച്ച് പറയിപ്പിച്ചത് നമ്മളെ കൊണ്ട്. അതിനുശേഷം ആദ്യമായിട്ട് ചെയ്യാൻ തന്ന സീൻ ഫൈറ്റിംഗ് ആണ്. സെലക്ട് എന്നിട്ട് ആരായിട്ടാണ് ഫൈറ്റ് ചെയ്തത്? ഞാൻ അതിലൊരു വില്ലൻ കഥാപാത്രമായിട്ടാണ് ചെയ്യുന്നത്. അതെന്താ സോളോ പെർഫോമൻസ് ആയിരുന്നോ അതോ ആരെങ്കിലും കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? സോളോ പെർഫോമൻസ് ആയിരുന്നോ? സപ്പോർട്ട് ചെയ്യാൻ രണ്ടുപേരുണ്ടായിരുന്നു. രണ്ടുപേരുണ്ടായിരുന്നു ഫൈറ്റ് സീനിന്. എന്നിട്ട് അതെ അതെ അതെ, എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ രണ്ടുപേര്, അടി കൂടി അല്ലേ? അവര് 3 പേര്. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടി കിട്ടിയ ക്യാരക്ടറാണ്. അതെ. അപ്പൊ ഈ കളരിയോ മാർഷ്യൽ ആർട്സോ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ ശ്രീപദ്? കളരി പോലുള്ള ഫൈറ്റിംഗ് ഒന്നും പഠിക്കുന്നില്ല, പക്ഷെ സ്കേറ്റിംഗും വയലിനും ഒക്കെ പഠിക്കുന്നുണ്ട്. വയലിൻ പഠിക്കുന്നുണ്ട് അല്ലേ? ആ. വേറെന്തൊക്കെയാണ് ശ്രീപദിന്റെ ഹോബീസ്? വേറെന്തൊക്കെയാണെന്ന് ചോദിച്ചാ വീട്ടില് വെറുതെ ഇരിക്കുമ്പോ ബുക്ക് വായിക്കും, പിന്നെ ഫുട്ബോൾ കളിക്കും. ഹോബീസ് നമ്മളൊക്കെ ഇരുന്ന് ചീട്ട് കളിക്കും. അപ്പൊ എല്ലാം ഉണ്ട്, മ്യൂസിക് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, ഇല്ലാത്ത ഐറ്റംസ് ഒന്നും ഇല്ല. അപ്പൊ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? അത് ഞാൻ സ്പോർട്സിന് പോവും, ഡാൻസിന് ഉണ്ട്, ഞാൻ കീബോർഡ് കുറച്ച് വായിക്കും, വരയ്ക്കുകയും ചെയ്യും. വല്ലഭരാണ്. അപ്പൊ തന്നെയല്ലേ ഇപ്പൊ കീബോർഡ് ഒക്കെ വായിക്കുമെന്ന് പറയുമ്പോ പാട്ടും പാടാനുള്ള ചാൻസ് ഉണ്ടല്ലോ. പിന്നെ ഫോക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്റ്റേറ്റില് വരെ പോയി. സ്റ്റേറ്റിൽ വരെ പോയോ? ഈ വർഷം സ്കൂളിൽ നിന്ന് ഫസ്റ്റ് കിട്ടി. അടിപൊളി. അപ്പൊ ഞാൻ ചോദിച്ചത് കേട്ടായിരുന്നോ? ഈ കീബോർഡ് ഒക്കെ പ്ലേ ചെയ്യുമെന്ന് പറയുമ്പോ പാട്ട് പാടാനുള്ള ചാൻസ് ഉണ്ടാകുമല്ലോ. അങ്ങനെ ഞാൻ പാട്ടൊന്നും എന്നാലും ഞാൻ പാട്ടൊക്കെ പാടും. ഒരു പാട്ട് പാടാവോ? നിർബന്ധിച്ചാ പാടുമായിരിക്കും അല്ലേ? വെറുതെ മാത്രം. ഞങ്ങള് പാടിക്കോ. എനിക്ക് ഞാൻ അങ്ങനെ നിർബന്ധിച്ചാൽ അങ്ങനെ പാടത്തില്ല. ഏതെങ്കിലും ഒരു പാട്ട് പാടുന്നു നമ്മുടെ ന്യൂസ് 18 കേരളത്തിന്റെ പ്രേക്ഷകർക്കായിട്ട്. പക്ഷെ ഞാൻ അധികം വെസ്റ്റേൺ പാടുന്നത്. ധൈര്യമായിട്ടും പാടിക്കോളൂ. എന്നാ മലയാളം തന്നെ പാടാം. ശരി, ഇഷ്ടമുള്ളത് പാടിക്കും. ഇത് പഴയതാണ്, എനിക്കിത് അങ്ങനെ അധികം അറിയുള്ളൂ. ഓക്കെ. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കൽ കല്ലുണ്ടോ കയ്യിൽ വാർന്നതിലേ, പൊന്നും തേനും വായമ്പുണ്ടോ വാനം വാരിതും തൂവലുണ്ടോ ഉള്ളിൽ ആമോദത്തിരകൾ പാടുന്നു. എന്റെ നാവ് ചില സമയത്ത് വഴുതി പോകും. ഒരു കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു തന്നെ. ഒരു കുഴപ്പമില്ല. വെസ്റ്റേണിലാണോ കൂടുതൽ താല്പര്യം ഉള്ളത്? അതുകൊണ്ടാണോ? സാരമില്ല, പക്ഷെ ഭയങ്കര നന്നായിട്ട് തന്നെ പാടി. ശ്രീപദ് എങ്ങനെയുണ്ടായിരുന്നു? തെന്നലിന്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആയിരുന്നു. അടുത്ത ചാൻസ് ശ്രീപദ്. എന്നോടൊന്ന് ചോദിക്കൂ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ പാടിക്കോ. ഞാൻ എന്റെ സിനിമയിലെ തന്നെ പാട്ട് പാടാം. മണ്ണേലി പൂവെന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. അതേ എനിക്ക് കാര്യമായിട്ട് അറിയുള്ളൂ. പാടിക്കോളൂ. അങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചങ്ങാതിവാവേ നിന്നോടു കൂടെ കണ്ണായി ഞാനില്ലേ, ചെറുനാട്ടുപാതകളിൽ കനവിന്റെ മാമലയിൽ തളരാതെ നീ ചുവടേറവേ തണലായി ഞാൻ അരികെ അങ്ങേലിപ്പൂവേ. അടിപൊളി അടിപൊളി. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ശ്രീപദിനും തെന്നലിനും തമ്മിൽ നേരത്തെ അറിയാമോ? നിങ്ങൾ പരിചയമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ ആദ്യമായിട്ടാണല്ലേ? ശ്രീപദ്, ഈ മാളികപ്പുറം സിനിമ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടഫായിട്ട് തോന്നിയ ഒരു സീൻ ഏതാണ്? ഏറ്റവും കൂടുതൽ ടഫായിട്ട് തോന്നിയൊരു സീൻ
അങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് എല്ലാവരും പറഞ്ഞു തരുമായിരുന്നു. പിന്നെ എനിക്ക് ആദ്യമൊക്കെ എല്ലാ സീനും ടഫായിരുന്നു. അവര് പറഞ്ഞു തന്ന് പിന്നെ എനിക്ക് എല്ലാ സീനും സിമ്പിൾ ആയി. അപ്പൊ നിങ്ങൾക്ക് പിന്നെ രണ്ടുപേർക്കാണെങ്കിലും കാട്ടിലൊക്കെ പോകുമ്പോ ചെറിയൊരു ടഫ് ഉണ്ടായിരുന്നു. കാരണം നടക്കുമ്പോ കാലിലും മുള്ളു കയറുക, അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ. എത്ര ദിവസം എടുത്തു ശ്രീപതി? ഈ ഒരു ഷൂട്ടിന് വേണ്ടി എത്ര ദിവസം എടുത്തിരുന്നു? ടോട്ടല് 52 ദിവസം എടുത്തായിരുന്നു. 52 ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം 2 മാസത്തോളം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രീപതി ഒരുപാട് ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ടാവുമല്ലോ സ്കൂളില്? ഒരുപാട് മിസ്സായിട്ടുണ്ട്. അപ്പോ അതെങ്ങനെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞോ? അതൊന്നും കുഴപ്പമില്ല. അതിനുശേഷം ഞാനെല്ലാം ചില ദിവസങ്ങളില് അച്ഛൻ ക്ലാസ് എടുക്കും വീട്ടിൽ വന്നിട്ട്, ഈ റൂമിൽ വന്നിട്ട് അച്ഛൻ ഇരുത്തി പഠിപ്പിക്കും. പിന്നെ അമ്മ ഇടയ്ക്കൊക്കെ വിളിച്ച് വായിപ്പിക്കും. അങ്ങനെയൊക്കെ. അതായത് സെറ്റിലായിരിക്കുമ്പോഴാണോ? അതെ, സെറ്റിലായിരിക്കുമ്പോൾ സെറ്റിലായിരിക്കുമ്പോഴും പഠനം മാറ്റി വെച്ചിട്ടില്ല. തെന്നലിന്റെ ഈ ഒരു ക്ലാസ് മിസ്സായതിന്റെ ഒക്കെ കഥ എങ്ങനെയാണ്? എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട്? അത് ഞാൻ 4th പഠിക്കുമ്പോഴായിരുന്നു തോന്നുന്നു ഷൂട്ടിങ്. അധികം മിസ്സായില്ല, കാരണം ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു ഷൂട്ടിങ് ഉണ്ടായത്. അപ്പോ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ വേറെ സിനിമകളൊക്കെ ചെയ്ത് ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡിലൊക്കെ ആയപ്പോ കൊറോണ ഉള്ളതുകൊണ്ട് ഓൺലൈൻ ആയത് കൊണ്ട് കമ്പ്യൂട്ടർ എടുത്ത് സെറ്റിൽ കയറി നോക്കിയായിരുന്നു. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ എന്തെല്ലാം രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടല്ല ഇതൊന്നും. ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ സിസ്റ്റം ഓൺ ചെയ്യുക, ഓൺലൈൻ ആയിട്ടൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ഇതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ അത്രത്തോളം കമ്മിറ്റ്മെന്റ് കുട്ടികൾക്കുണ്ട് ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ കാര്യം പറഞ്ഞത് നേരത്തെ ശ്രീപദും ഒക്കെ പറഞ്ഞോളൂ. ഇവരൊക്കെ ക്ലാസ്സിലും ഫസ്റ്റ് ആണ്, പഠനത്തിലും ഒരേപോലെ മികവ് കാണിക്കുന്നുണ്ട്. സിനിമയോടും അത്രത്തോളം കമ്മിറ്റ്മെന്റും ആ ഒരു ഹാർഡ് വർക്കിംഗ് ഒക്കെ സിനിമയിലും ചെയ്യുന്നുണ്ട്. തന്നെയല്ല, ഈ ആഡ് ഷൂട്ട് ഉണ്ട്, അതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യാനുണ്ട്, കൊളാബറേഷൻസ് ചെയ്യാനുണ്ട്. ഇതിനൊക്കെ കൂടി എപ്പോ സമയം കിട്ടുന്നു? അത് ചിലപ്പോ എല്ലാം ഒരു ദിവസമായിരിക്കും. അത് ഞാൻ ഇങ്ങനെ ചെയ്യും. അത് ശരി. ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോ ആദ്യം അച്ഛനും അമ്മയും പറഞ്ഞ കാര്യം എന്താ? ഗിഫ്റ്റ് എന്തെങ്കിലും തന്നോ? ഗിഫ്റ്റ് നമ്മള് കേക്ക് കട്ട് ചെയ്തു. ഇന്നലെ ഇത്തിരി വൈകിയായിരുന്നു, കാരണം കുറച്ച് ന്യൂസിന്റെ ഇതിനൊക്കെ വിളിച്ചായിരുന്നു. അപ്പോ ഇത്തിരി വൈകിപ്പോയി. ഇന്ന് ചിലപ്പോ പുറത്തൊക്കെ പോകും, നാട്ടിലൊക്കെ പോവായിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് ശരി. ശ്രീപദിന്റെ സെലിബ്രേഷൻസ് എങ്ങനെയാണ്? കേക്ക് കട്ടിങ് തന്നെയായിരുന്നു. വൈകുന്നേരം എല്ലാവരെയും വിളിച്ച് നന്നായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത്. ആദ്യം ഒരു പ്രാവശ്യം കട്ട് ചെയ്തു, അതിനുശേഷം വീണ്ടും വന്നപ്പോ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് ഒരിക്കൽ കൂടെ കട്ട് ചെയ്തു. അങ്ങനെ 2 കേക്ക് കട്ട് ചെയ്തു. ഗിഫ്റ്റ് എന്തെങ്കിലും കിട്ടിയോ? ഗിഫ്റ്റ് കുറെ കിട്ടി. 4-5 ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. എല്ലാം മിഠായിയായിരുന്നു. അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, 2 പേർക്ക് സിനിമയിൽ തന്നെ നിൽക്കാനും ആക്ടേഴ്സ് ആയിട്ട് തന്നെ വളർന്നു വരാനും ആണോ ആഗ്രഹം? ശ്രീപദിന് വ്യത്യാസമുണ്ട്. ശ്രീപദിന് പോലീസ് ഓഫീസർ ആവണം, ഡാൻസറും കൂടെ ആവണം. എന്റെ കൂടെ ഡാൻസറും കൂടെ ആവണം തന്നെ. ശ്രീപദിന് പോലീസ് ഓഫീസർ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ ആവണം. അത് എടുത്ത് പറയേണ്ടത് സത്യസന്ധനായ പോലീസ് ഓഫീസർ ആവണം. അതെന്താണ് ശ്രീപദ് അങ്ങനെ തോന്നിയത്, സത്യസന്ധനായ പോലീസ് ഓഫീസർ ആവണം എന്ന്? അത് ഇപ്പോ പോലീസുകാർ തന്നെ പല തട്ടിപ്പുകളും ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ അപ്പോ പോലീസ് ഓഫീസർ ആയാലും സിനിമയിലും എനിക്ക് പോലീസായിട്ട് അഭിനയിക്കാലോ. അങ്ങനെയാണ്. അതെ അതെ, നമ്മുടെ മാളികപ്പുറം സിനിമയിലെ ഉണ്ണിമുകുന്ദൻ ചെയ്ത കഥാപാത്രം പോലെ അല്ലേ? അതെ അതെ അതെ, തീർച്ചയായും. അപ്പൊ എന്തായാലും 2 പേരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. അതേപോലെ തന്നെ ഇനി ഒരുപാട് സിനിമകൾ ചെയ്യാൻ കഴിയട്ടെ. അതിലൊക്കെ ഒരുപാട് അംഗീകാരങ്ങളും ഇതേപോലെ കിട്ടട്ടെ. അപ്പൊ ഒരുപാട് സന്തോഷം 2 പേരെയും കണ്ടതിൽ. താങ്ക് യു സോ മച്ച് ശ്രീപദ്. താങ്ക് യു സോ മച്ച് തെന്നൽ. 2 പേരും എത്തിയതിന് ഒരുപാട് സന്തോഷം, സ്നേഹം. എല്ലാവിധ ആശംസകളും നേരുന്നു, പറയാൻ വിട്ടുപോയി. ഓ താങ്ക് യു. ആശംസകൾ തിരിച്ചങ്ങോട്ടും. താങ്ക് യു തെന്നൽ. അപ്പൊ നമ്മളെ 2 പേരെ ഇനിയും കാണാം കേട്ടോ. അവാർഡൊക്കെ കിട്ടി ഇനിയും വരുമ്പോ നമുക്ക് ഇനിയും സംസാരിക്കാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ബൈ. ബൈ. അപ്പോൾ ശ്രീപദും തെന്നലുമാണ് ഒരുപാട് വിശേഷങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നമുക്ക് ഭയങ്കര സന്തോഷമായി അല്ലെ അവരോട് സംസാരിച്ചപ്പോൾ. കൊച്ചു കുട്ടികളുടെ കൂടെ ചേർന്നപ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് മോട്ടിവേഷൻ, ആ ഒരു സെൽഫ് മോട്ടിവേഷൻ നമുക്ക് അറിയാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ കുട്ടികളിൽ നിന്ന് പഠിക്കാനുണ്ട് എന്നുള്ളത് കൂടിയാണ്. എന്തായാലും നമുക്ക് മറ്റ് അതിഥികളിലേക്കും വാർത്തകളിലേക്കും എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള അല്ലേ? ഒരു ചെറിയ ഇടവേള.